ഡോക്ടർ പി സരിൻ നജീബ് കാന്തപുരത്തിനെതിരെ അടിച്ച അടി മസ്തകത്തിൽ തന്നെയാണ് കൊണ്ടത്. അടി കൊണ്ട് ഒന്ന് കുതറിപ്പോയ നജീബ് കാന്തപുരവും മൂരിക്കുട്ടികളും ഉണർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ഭയക്കാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആരോപണത്തിനെ പൊളിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വിട്ടുകൊടുക്കണം. അതല്ലേ അന്തസ്സ്. എന്നാൽ ആരോപണം വന്നതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടി നജീബ് കാന്തപുരത്തിൻ്റെ PR മൂരികളെല്ലാം കൂടി ചേർന്ന് ഒരു വ്യാജ കാർഡ് സൃഷ്ടിച്ചെടുത്തു. ഏതുപോലെ? വടകര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ഓർമ്മയില്ലേ? അതേ മാതൃകയിൽ DYFI പാലക്കാട് എന്ന പേരിൽ റിപ്പോർട്ടർ ചാനലിലെ സരിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുറിപ്പുണ്ടാക്കി. DYFIയുടെ പേരിൽ മാപ്പ് ചോദിക്കാൻ നീ ആരാടാ? ഇന്നലെ വന്ന് കയറിയവൻ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടില്ല. റിപ്പോർട്ടർ ചാനലിലെ നജീബ് കാന്തപുരത്തോട് DYFIയുടെ പേരിൽ ക്ഷമ ചോദിക്കുന്നു, പ്രാസമൊപ്പിച്ച് പറഞ്ഞ വിളി തെറ്റായിപ്പോയി എന്ന വാചകം എടുത്തു വച്ചാണ് ഒരു വ്യാജ കാർഡുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത്. അതായത് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ ക്രെഡിബിലിറ്റി തെറിപ്പിക്കുക. ആര്? ആരോപണ വിധേയനായി ഉന്നയിച്ച ആരോപണത്തിൽ ഇതുവരെ ഒരു വിശദീകരണവും നൽകാൻ പറ്റാതെ ഉഴറി നിൽക്കുന്ന നജീബ് കാന്തപുരത്തിൻ്റെ മൂരി അടിമകൾ നടത്തിയ PR വർക്കിൻ്റെ ഭാഗമാണ്. ഈ ആരോപണം ഒന്നുകൂടി പൊളിച്ചുകൊണ്ട് DYFI പാലക്കാട് ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. എങ്ങനെയെന്നല്ലേ? അവർ ഇന്നലെ DYFI പാലക്കാടിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇങ്ങനെ കുറിച്ചു. പാലക്കാട് DYFIയുടെ അഭിപ്രായം പറയാൻ പാലക്കാട്ടിലെ DYFIക്ക് വ്യക്തമായ നേതൃത്വമുണ്ട്, ഒഫീഷ്യൽ പേജുമുണ്ട്. ഇതാണ് ആ പേജ്. ആരോപണം ഉന്നയിച്ച് അത് DYFIയുടെ അക്കൗണ്ടിൽ വയ്ക്കാൻ ആരും തുനിയേണ്ടതില്ല. പേജ് ഫോളോ ചെയ്യാത്തവർക്ക് ഒന്ന് കൈവച്ച് പോവുക. DYFI പാലക്കാട് ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുള്ള DYFI പാലക്കാട് ജില്ലാ നേതൃത്വത്തിൻ്റെ വിശദീകരണമാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് പ്രചരിച്ചത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ ക്രെഡിബിലിറ്റി തെറിപ്പിക്കാൻ ലക്ഷ്യമിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആരോപണം നേരിടുന്ന ആൾ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട്, അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകാതെ ആരോപണം ഉന്നയിച്ച ആളുടെ പുറത്ത് ചെളി പുരട്ടുക, അതിന് എന്ത് നെറികെട്ട പ്രവർത്തനവും ചെയ്യുക എന്ന് മൂരി ലീഗുകാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നജീബ് കാന്തപുരത്തിനെതിരെ P സരിൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തമായിട്ടുള്ള കഴമ്പുണ്ട്. ആരോപണങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള മൂരി തന്ത്രമിറക്കിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും കാണിച്ച അതിബുദ്ധി ഇപ്പോൾ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. ഈ ബൂമറാങ് എന്ന് പറയില്ലേ, നജീബ് കാന്തപുരത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഉണ്ടാക്കി പുറത്തേക്ക് വിട്ട DYFIയുടെ പേരിലുള്ള ആ വ്യാജ ആരോപണം ബൂമറാങ്ങായി തിരിച്ചു വന്നു നജീബ് കാന്തപുരത്തിൻ്റെ ആസനത്തിൽ തന്നെ പതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വ്യാജ സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. പലതും അങ്ങനെയാണല്ലോ. പല നേതാക്കന്മാർ നേരത്തെ ക്ലിപ്പ് കിട്ടിയോ എന്ന ചോദ്യം ചോദിച്ചിട്ട് ആരും അറിയാത്തതുപോലെ ചത്തുകിടന്ന ആ മൂരി തന്ത്രമുണ്ടല്ലോ, അത് തന്നെയാണ് സരിനെതിരെ പ്രയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിബുദ്ധി വിനയായി മാറിയെന്ന് പറഞ്ഞാൽ മതി.